ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ എല്ലാവരുടെയും ജീവിതം മാറ്റുന്ന ദൈവികമായ കാര്യങ്ങളുടെ ആത്മീയമായ കാര്യങ്ങൾ പറയുന്ന ഈ ലളിതമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു വരി, അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്, പക്ഷെ ഒന്നിച്ചാണ് ജപിക്കേണ്ടത്. ഈ ഒരു വരി ഉറങ്ങുന്നിടത്ത്, നിങ്ങൾ ഉറങ്ങുന്ന മുറിയിൽ ഒന്ന് എഴുതി വെച്ച് നോക്കുക. നിങ്ങളുടെ കൈകളിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങൾ വീട്ടിലേക്കും എല്ലാം സമ്പത്തും പണവും വന്ന് നിറയുമെന്നുള്ളതാണ്. ശിവഭഗവാന്റെ അത്ഭുതകരമായ ഒരു താളിയോല രഹസ്യ മന്ത്രമാണ്. ഒരു വരി, രണ്ട് ഭാഗമുണ്ട്, ഒരു വരിയായിട്ട് ജപിച്ചാൽ മതി. ജപിക്കുകയല്ല, ഇത് എഴുതി വെക്കുക. എഴുതി വെച്ച് കഴിഞ്ഞ് ജപിക്കുന്ന ഒരു രീതിയും കൂടെ, അത് ഞാൻ അത് കഴിഞ്ഞ് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഉറങ്ങുന്ന മുറിയിൽ ഇത് ഞാൻ പറയുന്ന ഭാഗത്ത് എഴുതി വെക്കുക. റെഡ് മഷിയിൽ എഴുതി വെക്കണം. ചുമന്ന മഷി, അതായത് ഇതുപോലെ സ്കെച്ച് പേന മേടിക്കണം. ചുമന്ന റെഡ് മഷിയിൽ എഴുതി വെക്കണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകുന്ന മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും പണവും വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അത് അത്ഭുതകരമായ ശിവനോളം തന്നെ പഴക്കമുള്ള ഒരു അത്ഭുത താളിയോല മന്ത്രമാണ്. നിങ്ങൾ ചെയ്തു നോക്കുക, നല്ല കാര്യമാണ്. അതുപോലെ പേഴ്സിൽ എഴുതി വെക്കാം, വീട്ടിലെ അലമാരിയിൽ എഴുതി വെക്കാം, പണം വയ്ക്കുന്ന പെട്ടിയിൽ എഴുതി വെക്കാം. അതിനൊക്കെ ഒരു രീതിയുണ്ട്. പിന്നെ രാവിലെ കിടക്കപ്പായിരുന്നുകൊണ്ട് ഒരു പ്രത്യേക രീതി ജപിക്കാം. അത് നിങ്ങളുടെ വലത് കൈയുടെ ഉള്ളം കൈയിലും ഇടത് കൈയുടെ ഉള്ളം കൈയിലും നോക്കി ജപിക്കണം. അപ്പം ആദ്യം ഉറങ്ങുന്നിടത്ത് എഴുതി വെക്കാം. അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ബാക്കി എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. ഇത് ഏറ്റവും ഫലവത്തായുള്ള കാര്യമാണ്. ഇതുകൊണ്ട് ഒരുപാട് കാര്യമുണ്ട്. ഇത് അത്ഭുത ശക്തിയുള്ള ഒരു ശിവമന്ത്രമാണ്. ഇത് സാധാരണക്കാർക്ക് മുതൽ ഇതാർക്കും ജപിക്കാം. ഇതിന് നിഷ്ഠയോ ചര്യയോ അങ്ങനെയൊന്നും ഉള്ളതല്ല. ശിവന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. ഏതൊരാൾക്കും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. ലൗകികതയിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ജപിക്കാം. ലൗകികതയിൽ ഉള്ളവനും ജപിക്കാം, അല്ലാത്ത ആത്മീയത ഉള്ളവനും ജപിക്കാം, ആർക്കും ജപിക്കാം. കുടുംബമായിട്ട് ജീവിക്കുന്നവർക്കും എല്ലാവർക്കും ജപിക്കാവുന്ന, ഫലം തരുന്ന എല്ലാ ലൗകിക സുഖങ്ങളും സമ്പത്തും ഐശ്വര്യം ദിവസവും ആ കൈകളിലും വീട്ടിലും നമ്മുടെ ജീവിതത്തിലും പണം നിറയുന്ന ഒരു അത്ഭുത വരിയാണ്. രണ്ട് വരിയായിട്ടുള്ളത് ഒരു വരിയായിട്ട് ജപിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഈ വീഡിയോ പറയുന്ന പോലെ തന്നെ അതിൻ്റെ രീതി പറയും. നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്ത് തീരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം പലപ്പോഴും എനിക്ക് തന്നെ ഉറക്കം പോലും കിട്ടുന്നില്ല. കാരണം വർക്കുകൾ ഒരുപാട് പെൻഡിങ് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിനൊരു തൃപ്തി വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ. കാരണം പല വർക്കുകൾ ഒരുപാട് തീരാനുണ്ട്. അത് തീരുമ്പോഴേ നമുക്കൊരു സംതൃപ്തി കിട്ടത്തുള്ളൂ. കാരണം എന്നിട്ട് ഞാൻ ആർക്ക് പറഞ്ഞു കൊടുത്താലും സമയമെടുത്ത്, എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ സമയമെടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. പെട്ടെന്ന് പറയുന്ന ആ ഒരു ചെയ്യുന്ന രീതി എൻ്റെ ജീവിതത്തിലേ ഇല്ല. ആർക്കാണേലും അവർക്ക് വേണ്ട കാര്യം സമയമെടുത്ത്, അത് എത്ര സമയം എടുത്താലും അത് വിശദമായിട്ട് വേണ്ട കാര്യം പറഞ്ഞു കൊടുത്ത് ഞാൻ എന്തും ചെയ്യത്തുള്ളൂ. അത് എത്ര സമയം പോയാലും കൊള്ളാം, അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വർക്കുകൾ തീരാൻ സമയം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തിരക്കും ടെൻഷനും ഒക്കെ ഉണ്ട്. ഇന്ന് തന്നെ വീഡിയോ എടുക്കുന്നത് വളരെ വൈകിയാണ്. അപ്പോൾ ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പം ആവശ്യമുള്ളവർ വാട്സപ്പ് ഇടുക, ഒരു ഡേറ്റ് ഇട്ട് വിട്ടു. ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. താല്പര്യമുള്ളവർക്ക് അതെങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് കഴിയുമ്പോൾ അവർ ചെയ്യാൻ താല്പര്യമായിട്ട് ഒരു ഡേറ്റ് ഇട്ട് വിടുകയാണ് ചെയ്യുന്നത്. ആ ഡേറ്റിനാണ് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അല്പം താമസിച്ചാൽ പോലും പറഞ്ഞു തരുന്ന ആത്മാർത്ഥമായിട്ടും വിശദമായിട്ട് പറഞ്ഞു തരത്തുള്ളൂ. അങ്ങനെ ഞാൻ ചെയ്തു കേട്ടോ. അത് ആരുടെ ആണെങ്കിലും. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി വിശദമായിട്ട് വീഡിയോയിലേക്ക് വരാം. ഈ ഒരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിക്കാം. റെഡ് മഷി കൊണ്ട് വേണം എഴുതി വെക്കാൻ. അതായത് ഇതുപോലെ ഒരു ചെറിയ പേപ്പർ മതി കേട്ടോ. ഞാനിച്ചിരി വലിയ പേപ്പർ, ഒരു പേപ്പറിൻ്റെ പകുതി എടുത്തതേ ഉള്ളൂ. ഇത് ചെറുതായിട്ട് മതി. എന്ന് വെച്ചാൽ തീരെ ചെറുതാകരുത്, അല്പം വലിപ്പം വേണം താനും അക്ഷരത്തിനും. തീരെ ചെറുതാകരുത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഓം, നിങ്ങൾക്ക് വായിക്കാം. ഓം ശിവ ശിവ ഓം. ഇതൊരു അത്ഭുത മന്ത്രമാണ്. ശിവോഹം ജഗത് സർവം, അതുകൂടെ കൂട്ടി ജപിക്കണം. അപ്പോഴതിന് അത്ഭുതകരമായ ശക്തി കൈവരും. ഓം ശിവ ശിവ ഓം ശിവോഹം ജഗത് സർവം, ഇങ്ങനെ ഒന്നിച്ച് ജപിക്കണം. ഈ ഓം ശിവ ശിവ ഓം എന്നുള്ളത് അത്ഭുത താളിയോല മന്ത്രമാണ് കേട്ടോ. അത് രഹസ്യ മന്ത്രമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ശിവോഹം ജഗത് സർവം എന്നുകൂടി ചേർത്ത് ജപിക്കുമ്പോൾ അങ്ങനെ ജപിക്കണം. എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി നിങ്ങൾ ഉറങ്ങുന്നിടത്ത് നിങ്ങളുടെ ഭിത്തിയിൽ ഒരു ഡബിൾ സൈഡുള്ള ടേപ്പ് കൊണ്ട് ഒട്ടിക്കുക. റെഡ് മഷി കൊണ്ട് എഴുതി അല്പം വലുപ്പത്തിൽ എഴുതണം. ഒരു ചെറിയ പേപ്പർ എഴുതി ഒട്ടിക്കുക. അതവിടെ ഇരുന്നോട്ടെ. അതേ ഒന്നും ചെയ്യേണ്ട. അതേ നിങ്ങൾ നോക്കുക, അതിൻ്റെ മുന്നിൽ പോയി നിൽക്കുക, ഒന്നും വേണ്ട. അതവിടെ ഇരുന്നോട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഫലമായിക്കോളും. പിന്നെ
നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളുടെ വലതു കൈയുടെ ഉള്ളം കൈയും ഇടതു കൈയുടെ ഉള്ളം കൈയും, രണ്ട് ഉള്ളം കൈയിലും ഇങ്ങനെ നോക്കി വിരലുകൾ ചേർത്ത് പിടിച്ച് ഈ മന്ത്രം ഓം ശിവ ശിവ ഓം ശിവോഹം ജഗത് സർവം ഇത് 3 തവണ ജപിച്ച് ഭഗവാനോട് നിങ്ങൾക്ക് ഭഗവാനെ ഈ മന്ത്രത്തിൻ്റെ അത്ഭുത ശക്തിയാൽ, അത് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. മന്ത്രം ജപിക്കുന്ന ഭാവം ജപിക്കണം. ഈ മന്ത്രം ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഈ മന്ത്രത്തിൻ്റെ അത്ഭുത ശക്തിയാൽ എന്നിലേക്ക് എപ്പോഴും പണം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം പണം വന്നുകൊണ്ടിരിക്കുന്നത്, ആ പണം ലഭിച്ചതായിട്ട് തന്നെ സങ്കല്പിച്ച് ഭഗവാനോട് നന്ദി പറയുക. നന്ദി പറയുമ്പോൾ പരമേശ്വര, പ്രപഞ്ചേശ്വര, പ്രപഞ്ചത്തിൻ്റെ ഈശ്വര അങ്ങനെയൊന്നും കൂടി വിളിക്കണം. ആ ചെയ്യേണ്ട രീതി ചെയ്യുമ്പോഴാണ് ഫലമാകുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുക. അത് ദിവസവും രാവിലെ ചെയ്യുക. പിന്നെ നിങ്ങൾ രാവിലെ ഇങ്ങനെ കൈകളിൽ 2 ഉള്ളം കൈയിലും നോക്കി, ഓരോ ഉള്ളം കൈയിലും നോക്കി മന്ത്രം 3 തവണ ജപിക്കണം. പിന്നെ വലതുകൈയുടെ ഉള്ളം കൈ നോക്കി 3 തവണ ജപിക്കുക. കൈകൾ ചേർത്ത് പിടിച്ച് ഇടതുകൈയുടെ ഉള്ളം കൈയിൽ നോക്കി 3 തവണ ജപിക്കുക. എന്നിട്ട് വേണം ഈ പ്രാർത്ഥന ചെയ്യാൻ. അപ്പോൾ ഈ ഉള്ളം കൈയിൽ നോക്കി ജപിക്കുന്നതിന് മുമ്പ് കിടക്കപ്പായി ഇരുന്നുകൊണ്ട് എഴുന്നേറ്റാ ഉടനെ ഈ കണ്ടോ, ഈ 2 കൈകളും ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ചൊന്ന് അമർത്തണം. ഈ ഭാഗത്ത് ബലം കൊടുത്ത് ചെറുതായിട്ടൊന്ന് അമർത്തണം. എന്നിട്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ. അത് കാര്യമുണ്ട്. എന്നറിയാം, ഇങ്ങനെ ഈ ഭാഗം ചേർത്ത് ഇങ്ങനെ അമർത്തുമ്പോൾ ആ സുഷുമ്നയിൽ കൂടെയുള്ള ഊർജ പ്രവാഹം നല്ല രീതിയിൽ ഉണ്ടാകും. ആ ഊർജ കേന്ദ്രങ്ങൾ, ആ സുഷുമ്നയിലെ ചക്രങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആകും. ഇങ്ങനെ ഒന്ന് അമർത്തുമ്പോൾ ഒരു 3 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ അതൊക്കെ മതി, വലിയ ബലമൊന്നും കൊടുക്കണ്ട, ചെറുതായിട്ട്. എന്നിട്ട് വേണം ഇങ്ങനെ കൈകൾ പിടിച്ച് വലതു കൈയിൽ നോക്കി ഓം ശിവ ശിവ ഓം ശിവോഹം ജഗത് സർവം, ഓം ശിവ ശിവ ഓം ശിവോഹം ജഗത് സർവം, ഓം ശിവ ശിവ ഓം ശിവോഹം ജഗത് സർവം വലതു കൈയുടെ ഉള്ളം കൈ നോക്കി വാഗുകൊണ്ട് ജപിച്ചു. പിന്നെ ഇടതു കൈയുടെ ഉള്ളം കൈയിൽ നോക്കി ഓം ശിവ ശിവ ഓം ശിവോഹം ജഗത് സർവം, ഓം ശിവ ശിവ ഓം ശിവോഹം ജഗത് സർവം, ഓം ശിവ ശിവ ഓം ശിവോഹം ജഗത് സർവം ഇത് ജപിച്ചിട്ട് ഇങ്ങനെ കൈകൾ തന്നെ തുറന്ന് പിടിച്ച് ഈ മന്ത്രം പിന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. ഭഗവാനെ പരമേശ്വര, ഈ മന്ത്രത്തിൻ്റെ അത്ഭുത ശക്തിയാൽ എപ്പോഴും എന്നിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം പണം എനിക്ക് ലഭിച്ചു, എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന് കോടി നന്ദി. പരമേശ്വര, പ്രപഞ്ചേശ്വര, പ്രപഞ്ചേശ്വര എന്നുകൂടെ, പ്രപഞ്ചത്തിൻ്റെ ഈശ്വര എന്നുകൂടെ പ്രാർത്ഥിക്കുക. മനസ്സിൽ പ്രാർത്ഥിക്കുക. ഇത് രാവിലെ കിടക്കപ്പായിരുന്നുകൊണ്ട് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ ചൊല്ലുന്നതിന് മുമ്പ് ചൊല്ലിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നിത്യവും രാവിലെ കിടക്കപ്പായിരുന്നുകൊണ്ട് ചെയ്താൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാം നല്ല കാര്യങ്ങളായിട്ട് വരുവാനും നല്ല വാർത്തകൾ കേൾക്കുവാനും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കാനും പണം പല വഴി വരുവാനും വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നല്ല അനുഭവങ്ങളും ഉണ്ടായി വരും. ദിവസവും ചെയ്യുക. കാരണം ഈ ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാനീ മന്ത്രം പറഞ്ഞു തരുന്നത് ഭഗവാനെ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവരും ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ എനിക്ക് യാതൊരു സ്വാർത്ഥതയോ ഒന്നുമില്ലാതെ ഞാൻ പറഞ്ഞു തരുന്നത്. അത്ര അത്ഭുത മന്ത്രമാണ്. നിങ്ങളുടെ എല്ലാം ജീവിതത്തിലേക്ക് സമ്പത്തല്ലെ മഹാലക്ഷ്മി കടന്നു വരണം. നിങ്ങൾക്കും പ്രയോജനപ്പെടണം, നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്കും സഹായം ഉണ്ടാകണം. ആ നിലയ്ക്കാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അല്ല എൻ്റെ മനസ്സിൽ വേറൊരു ചിന്തയില്ല. പരമേശ്വര, നിങ്ങൾക്കെല്ലാം അത് ഗുണപ്പെടും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം ഇത്ര മന്ത്രങ്ങൾ ശരിക്കും ആരും പറഞ്ഞു തരത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് അതുപോലെ ഭഗവാന്റെ വിളിച്ചാൽ ഭഗവാൻ വെളിപ്പുറത്ത് വരുന്ന ഒരു മന്ത്രമാണ് കേട്ടോ. ചെറിയ കളിയൊന്നുമല്ലത്. ഞാനിങ്ങനെ ഒരു ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ കളിയേ അല്ല, പെരിയ കളി, വലിയ കാര്യങ്ങളായത്. അപ്പോൾ ഇത് ഞാൻ വളരെ ലളിതമായി സിമ്പിളായിട്ട് പറയുമ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കും ഉദ്ദേശിക്കുന്ന രീതിയല്ല. ഭഗവാൻ സർവ്വ അനുഗ്രഹങ്ങളും തരുന്ന, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഒരു മന്ത്രമാണിത്. ഇത് ഞാൻ പലതവണ ആലോചിച്ചു, നിങ്ങൾക്ക് പറഞ്ഞു തരണോ വേണ്ടയോ എന്ന് പലതവണ ആലോചിച്ചു. ഇന്നലെ രാത്രി മുതൽ ഈ മന്ത്രം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ ഞാൻ രാവിലെ ആയപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നി ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ഭഗവാനെ എല്ലാവരും അറിയട്ടെ. എനിക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് യാതൊരു സ്വാർത്ഥതയില്ല. ഭഗവാനെ എല്ലാവരും അറിയട്ടെ, എല്ലാവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ, എല്ലാവരുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകട്ടെ, എല്ലാവരുടെ ജീവിതത്തിൽ സമ്പത്തും മഹാലക്ഷ്മിയും ഐശ്വര്യവും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹൃദയത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണം ചെയ്യും. ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല കേട്ടോ. ഇനിയും നിങ്ങൾ ഇതുപോലൊരു റെഡ് മഷിയിൽ തന്നെ എഴുതാവുള്ളൂ. സ്കെച്ച് പേന എഴുതിയിട്ട് ഇങ്ങനെ പേപ്പർ 3-4 ആയിട്ട് മടക്കി പേഴ്സിനകത്ത് വയ്ക്കാം. അങ്ങനെ വേണം ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പണപ്പെട്ടി ഉണ്ടെങ്കിൽ പണപ്പെട്ടിക്കകത്ത് വെക്കാം. പിന്നെ അലമാരി ഉണ്ട്, അലമാരി പണം വയ്ക്കുന്നിടത്ത് വയ്ക്കാം. ഓഫീസുണ്ട്, ഓഫീസിൽ പണം എടുത്ത് പണപ്പെട്ടിക്കകത്ത് ഇടാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ഐശ്വര്യങ്ങളും
സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരും. പിന്നെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മന്ത്രം മനസ്സിൽ ജപിച്ച പരമേശ്വരൻ ഈ അത്ഭുത ശക്തിയുള്ള മന്ത്രത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ധാരാളം സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് സമ്പത്ത് ലഭിച്ചു എന്ന് തന്നെ മനസ്സിൽ പറയുക. ബാക്കിയൊക്കെ വന്നോളൂ. പരമേശ്വര, പ്രപഞ്ചേശ്വര നന്ദി എന്ന് വെറുതെ ഇരിക്കുമ്പോൾ, എന്താ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, ഒരു റോഡിൽ കൂടെ നടക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഒന്നുമല്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാം, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. മന്ത്രം ജപിക്കുമ്പോൾ വാവുകൊണ്ട് ജപിക്കണം. ഓം ശിവ ശിവ ഓം ശിവോഹം ജപിച്ചർവം, അത്രയും വാവുകൊണ്ട് ജപിക്കണം. പ്രാർത്ഥനയൊക്കെ മനസ്സിൽ ചെയ്യാം. അങ്ങനെ ഒരു ദിവസം തന്നെ പലതവണ ഇത് ചെയ്യാം. നിങ്ങളിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ സാധിച്ചു വരും. നല്ല വാർത്തകൾ കേൾക്കും. നിങ്ങൾക്ക് ഒരു ദിവസം ഏറ്റവും വിശ്വാസത്തോടെ ചെയ്താൽ ദിവസവും ചെയ്യുക, നിങ്ങൾക്കെല്ലാം നല്ലത് വന്നോളും. ഭഗവാൻ എല്ലാം നല്ലത് തരും. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാനിൽ നിങ്ങളുടെ മനസ്സ് ചെല്ലണം, വിശ്വാസം ചെല്ലണം. സംശയങ്ങളോ ഒന്നും മനസ്സിൽ പാടില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വർക്കൗട്ട് ആകണമെന്നില്ല. ചിലർക്ക് ഒരു ദിവസം ചെയ്തുകൊണ്ട് ഫലം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ പല ദിവസം കഴിയുമ്പോഴായിരിക്കും ഫലം ഉണ്ടാകുന്നത്. പക്ഷെ ഫലം ഉണ്ടായി തുടങ്ങിയാൽ ജീവിതത്തിൽ എന്നും അത് ഐശ്വര്യമായിട്ട് വരും. നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മൾ ദിവസവും ചെയ്യുക എന്നുള്ളതാണ്. പലരുടെയും വിശ്വാസം അനുസരിച്ച് ചിലർക്ക് നല്ല ഭഗവാനോട് ഭക്തിയുള്ളവർക്ക് പെട്ടെന്ന് ഫലം കിട്ടും, ചിലർക്ക് ചിലപ്പം താമസിച്ചായിരിക്കും, പക്ഷെ ഫലം കിട്ടും. നിങ്ങൾ ദിവസവും ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. വളരെ വളരെ സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ജീവിതത്തിലേക്ക് നൽകുന്ന ഒരു കാര്യമാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പം വരുന്ന ഫെബ്രുവരിയിൽ ചെറുകോൽപ്പുഴയിൽ ഹിന്ദുമത പരിഷത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവിടെ പോകണം. ആ മണൽപ്പരപ്പിലൂടെ ഞാൻ പറയുന്ന ഒരു മന്ത്രം ജപിച്ചുകൊണ്ട്, മനസ്സിൽ ജപിച്ചുകൊണ്ട് നിങ്ങൾ ചുമ്മാ നടക്കുക. നിങ്ങൾക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടും. നിങ്ങളുടെ ജീവിതം മാറിയും. അപ്പം അത് കോഴഞ്ചേരി ആ റൂട്ടിലാണ്, എല്ലാവർക്കും അറിയാം. അറിയാത്തവരിപ്പോൾ നെറ്റിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലും സ്ഥലം കിട്ടും. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത്, ഫെബ്രുവരി എത്രയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ മിക്കവാറും പോകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു. ഞാൻ അവിടെ ചട്ടമ്പി സ്വാമിയുടെ ഒരു ഇതുണ്ട്, അവിടെ കയറി സ്വാമിയെ തൊഴുതിട്ട് ഞാൻ ആ മണൽപ്പരപ്പിലൂടെ ശിവമന്ത്രം മനസ്സിൽ ജപിച്ചുകൊണ്ട് നടന്നു. ഞാൻ ജപിച്ച വേറൊരു ശിവമന്ത്രമാണ്, പക്ഷെ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്ന വേറൊരു ശിവമന്ത്രമാണ്. അത് ഈ പറഞ്ഞു തരുന്ന ചൊല്ലിയാലും ഫലമുണ്ടാകും. മനസ്സിൽ ജപിച്ചുകൊണ്ട് നടന്നു. ഇപ്പം ധാരാളം കടകളൊക്കെ അവിടെ ഉണ്ട്. ഈ കടകളിൽ നമുക്ക് വേണമെങ്കിൽ കയറാൻ, സാധനം മേടിക്കാതിരിക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം, സ്റ്റാളുകൾ. പക്ഷേ ഈ ഹിന്ദുമത പരിഷത്ത് നടക്കുന്ന ആ ചെറുകോൽപ്പുഴ എന്ന് പറയുന്ന ആ ഒരു പുണ്യഭൂമിയിൽ ഈ ഒരു സമയത്ത് പോയാൽ അവിടെ ഈ ഒരു അനുഗ്രഹം, നമുക്ക് ആ സിദ്ധന്മാരുടെ ഒരു അനുഗ്രഹം കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അത് ഈ ഒരു പരിപാടിയുടെ ആദ്യത്തെ തുടക്കം ഇതുപോലെ ആത്മീയമായ ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവരുടെ ഒരു അനുഗ്രഹം കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആ മണൽപ്പരപ്പിലൂടെ നിങ്ങൾ മനസ്സിൽ ശിവായ നമ എന്ന്, ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിച്ച് ശിവായ നമ എന്ന് മനസ്സിൽ ജപിച്ച്, കണ്ണ് തുറന്നുകൊണ്ട് തന്നെ മനസ്സിൽ ജപിച്ച് നിങ്ങൾ ആ മണൽപ്പരപ്പിലൂടെ യാതൊരു ചിന്തയുമില്ലാതെ, അത്രയും സമയം നിങ്ങളൊന്നും ആഗ്രഹിക്കാതെ, നിങ്ങൾക്കൊരു സ്വാർത്ഥ ചിന്തയില്ലാതെ, നിങ്ങൾക്ക് ലോകത്തോട് മുഴുവൻ സ്നേഹം, ആരോടും വിരോധമില്ല, ഒരാഗ്രഹവുമില്ല, ആരുടെയും ഒന്നും ആഗ്രഹിക്കുന്നുമില്ല, ആരുടെയും കുറ്റം പറയുന്നില്ല, വിഷമമില്ല, നിരാശയില്ല, സന്തോഷമില്ല, നിഷ്കളങ്കമായ മനസ്സോടുകൂടി ജപിച്ചുകൊണ്ട് ആ മണൽപ്പരപ്പിലൂടെ നിങ്ങളൊന്ന് നടക്കുക. ശിവായ നമാന്ന് മനസ്സിൽ ഹൃദയത്തിലൊരു കറുത്ത രൂപത്തിൽ ശിവലിംഗം ധ്യാനിച്ചു മനസ്സിൽ ശിവായ നമാന്ന് ജപിച്ചുകൊണ്ട് നടക്കുക. നിങ്ങൾക്ക് അവിടുന്ന് സാധനം മേടിക്കാതിരിക്കുക, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് ഇങ്ങനെയൊന്നും ചെയ്യുക. എന്നിട്ട് പ്രഭാഷണമൊക്കെ അവിടെ ഉണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇങ്ങനെ ഒന്ന് നടക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സിദ്ധന്മാരുടെ അനുഗ്രഹം ഉണ്ടായി വരും. കാരണം ഇത് പറയാൻ കാര്യം, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ ഒരു ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ആ ഫോട്ടോ വാങ്ങി. അപ്പം ഞാൻ ഈ ശിവമന്ത്രം, ഞാൻ വേറൊരു ശിവമന്ത്രമായിരുന്നു, പക്ഷെ നിങ്ങളിപ്പോൾ ഈ ശിവമന്ത്രം ജപിച്ചാൽ മതി. അത് ജപിച്ചുകൊണ്ട് ആ മണൽപ്പരപ്പിലൂടെ നടന്നു കഴിഞ്ഞാണ് ഈ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ മേടിച്ചതോടെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ നടന്നു. പല സിദ്ധന്മാരുടെയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എനിക്ക് കിട്ടി. ഒരു അവധൂതൻ്റെ മുന്നിൽ ചെല്ലാൻ പറ്റി. അഗസ്ത്യരിലേക്കുള്ള വഴി തുറന്നു കിട്ടി. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അത് ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യമാണ്. കാരണം ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് സിദ്ധന്മാരുടെ ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം. അപ്പോൾ അത് മഹത്തായ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ ആവശ്യം ഉള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.